അപ്പം നമുക്ക് സമയം കളയാതെ 10 IELTS സ്പീക്കിംഗ് ടിപ്സിന്റെ 6ാമത്തെ ടിപ്പിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആണ്. യൂസ് എ റേഞ്ച് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഇത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും മൊത്തത്തിൽ സംശയം, ഇത് എന്താണ് ഈ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്ലുവൻസി ആണ് ഒരു കാര്യം, പ്രൊനൗൺസിയേഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുക. അതായത് ഈ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും മാത്രം ഉപയോഗിക്കാതെ ഈ പറയുന്ന പാസീവ് ആക്റ്റീവ് വോയിസും കോമ്പൗണ്ട് സെന്റൻസും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസും അങ്ങനെ നമ്മുടെ റേഞ്ച് വിട്ട് പിടിച്ച് നിൽക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരേ സാധനത്തെ തന്നെ പിടിച്ച് ഒരേ രീതിയിൽ തന്നെ പോകാതെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരിക എന്നാണ് വൈഡ് റേഞ്ച് ഓഫ് ഗ്രമാറ്റിക്കൽ യൂസേജ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ ടിപ്പ്, പൊതുവെ നമ്മളോട് പറയുന്നത് അധികം സംസാരിക്കരുത്, അധികം ചിരിക്കരുത്, ബഹളം ഉണ്ടാക്കി ചിരിക്കരുത്, എന്തിനാ വെറുതെ നാട്ടുകാരെ എല്ലാം അറിയിക്കുന്നത്, നമ്മുടെ മാത്രം വീട്ടിൽ അറിഞ്ഞാൽ പോരെ. ഇങ്ങനൊരു രീതിയിലാണ് മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു രീതികൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന്റെ മാത്രം ഉത്തരം കൊടുക്കുക എന്നാണ് പൊതുവെ എല്ലാ വീടുകളിലും പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നത്, നിങ്ങൾ വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പം അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മാത്രം ഉത്തരമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു റൂഡ് കോൺസെപ്റ്റ് ആയി മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ, what is your name അല്ലെങ്കിൽ who are you, could you please let us know about you അല്ലെങ്കിൽ about your name എന്നൊക്കെ പറയുമ്പം വെറും ഒരു ഒറ്റ ലൈനിൽ, സിംഗിൾ ലൈനിൽ ആൻസേഴ്സ് കൊടുക്കുന്നത് പ്രശ്നമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് ഐസ്ക്രീം? യൂഷ്വലി അതിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ഓർ നോ കൊണ്ട് നമ്മൾ ഒതുക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി കുറവുള്ള ഒരാളാണെങ്കിൽ യെസ് ഓർ നോ എന്ന് പറയുന്നതേ അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം യെസ് ഓർ നോ എന്ന ആൻസറിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ആക്ച്വലി സേ യെസ് ഓഫ് കോഴ്സ് ഐ ലവ് ഐസ്ക്രീം, ഇൻഫാക്ട് വാനില ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്ലേവേഴ്സ്. ഇത്രയുമെങ്കിലും പറയാൻ നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. പഴയ ആളുകളുടെ ഇടയിലുള്ള ഒരു സ്ഥിരം ഡയലോഗാണ്, എന്തിനാ ചുമ്മാ ഇങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ 8ാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോകാം. സ്മൈലിംഗ് ഹെൽപ്സ് യുവർ പ്രൊനൗൺസിയേഷൻ. അതെങ്ങനെയാ? അതൊക്കെ ചുമ്മാ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്മൈൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കംപ്ലീറ്റ് ബോഡി റിലാക്സ് ആകുകയാണ്. ആൻഡ് റിലാക്സ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വോയിസ് പ്രൊനൗൺസിയേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് വളരെ പ്രയാസമായിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ചില വാക്കുകൾ പോലും നിങ്ങൾ സ്മൈൽ ചെയ്യുമ്പം, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രൊനൗൺസിയേഷൻ പ്രോപ്പർ ആയിട്ട് വരും എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾ ഒത്തിരി നെർവസ് ആയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു ഡിഫറെന്റ് ലാംഗ്വേജും കൂടെ ആയതുകൊണ്ട് അതിന്റെ ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ ദാറ്റ് എക്സാക്ട്ലി മീൻസ് ദാറ്റ് യു ആർ നെർവസ്. അതുകൊണ്ട് ജസ്റ്റ് ടു മേക്ക് യുവർ സെൽഫ് റിലാക്സ്, ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടന്റ് ദാറ്റ് യു സ്മൈൽ. കീപ് സ്മൈലിംഗ്. ആളുകളൊക്കെ എങ്ങനെ പറയും, കിണിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറയും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട. ബ്രിങ് ബാക്ക് യുവർ സ്മൈൽ, റിലാക്സ് ആൻഡ് എൻജോയ് യുവർ എക്സാം. ഈ പുച്ഛം അല്ലെങ്കിൽ പുച്ഛം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഫേമസ് ആണ്. ഈ പുച്ഛം തോന്നി തന്നെ വളരെ ഫേമസ് ആയിട്ടൊരു ഫ്രേസ് തന്നെ ഉണ്ടായിട്ടുണ്ട്, അയിന് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഈ പുച്ഛം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും ആളുകൾക്ക് ഈ മോണോടോൺ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സന്തോഷമായാലും സങ്കടമായാലും എക്സൈറ്റ്മെന്റ് ആയാലും അവർക്കൊരൊറ്റ ടോൺ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഐ ആം ഹാപ്പി, ഐ ആം സാഡ്, ഐ ആം റിയലി എക്സൈറ്റഡ്. ഈ മോണോടോൺസ് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ മോണോടോണിൽ സംസാരിക്കുമ്പം നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം ഇറ്റ്സ് ഹിഡൻ, അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകൾ ഭയങ്കര എക്സ്പ്രസീവ് ആണ്, അവരവരുടെ ലാംഗ്വേജിനകത്ത് എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ നടന്നു വരുവാണെങ്കിൽ നിങ്ങൾ പറയും, ദാറ്റ്സ് എ ലവ്ലി ഡ്രസ് യു ആർ വെയറിംഗ്, ഓ ദാറ്റ് കളർ സൂട്ട്സ് യു എന്നൊക്കെ ഇങ്ങനെ വളരെ എൻകറേജിങ് ആയിട്ടുള്ള വേർഡ്സ് പാസ് ചെയ്യുന്നതാണ്. നമ്മളത് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചാൽ മാത്രം പോലെ വി ഹാവ് ടു, ഓ താങ്ക് യു സോ മച്ച് ആൻഡ് ദാറ്റ് ഷൂ ലുക്സ് അമേസിംഗ് ഓൺ യു ആസ് വെൽ. എന്തെങ്കിലും തിരിച്ചൊരു കോംപ്ലിമെന്റ് അങ്ങോട്ട് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ആ ഒരു ഉദ്ദേശത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ. സോ മോണോടോൺ എന്ന് പറയുന്ന സാധനം, ഒരേ ടോണിൽ തന്നെ സംസാരിക്കുക. ഇച്ചിരി കയറി ഇറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞ് അങ്ങനെ പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ പറയും, ഐ എം റിയലി എക്സൈറ്റഡ്, I am happy to say that it's brought back a lot of memories. ഇങ്ങനെ ഒരു എക്സ്പ്രസീവ് ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ ആക്സെപ്റ്റബിൾ ആയിരിക്കും. ആളുകൾക്ക് കുറച്ചും കൂടെ നമ്മുടെ സംസാരം കേൾക്കാൻ ഒരു താല്പര്യം തോന്നും ആൻഡ് കേട്ടിരിക്കാനും തോന്നും. മനസ്സിലായോ? 10ാമത്തെ ടിപ്പ് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തേ ഇല്ല. അതായത് ഏതൊരു എക്സാം ജയിക്കണമെങ്കിലും അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കോർ കിട്ടണമെങ്കിൽ പഠിക്കണം. ആ കാര്യത്തിൽ ഞാൻ കുറച്ച് പഴഞ്ചൻ തന്നെയാണ്. പ്രത്യേകം എടുത്തു പറയുന്നു,
IELTS എക്സാമിന്റെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. ഇഷ്ടം പോലെ PDFs ഇപ്പം അവൈലബിൾ ആണ് വെബ്സൈറ്റുകളിൽ. ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ ടോപ്പിക് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ IELTSന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോർ കിട്ടാൻ വലിയ പാടാണ്. സോ ഇറ്റ് always depends on how much you work hard on a certain level. So please understand that IELTS exam nu parayunnathu, if you're finding difficulty in speaking, it's very important that you practice. ഇതോടുകൂടി നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.